അതെല്ലാം സൂചിച്ചേട്ടൻ്റെ മണമാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഫ്ലവേഴ്സ് ഇതുകൊണ്ട് തന്നിട്ട് പവിത്രതയോടെ സൂക്ഷിക്കാൻ വേണ്ടി എന്റെ കൈകളിലേക്ക് കൊണ്ടു തന്നാണ്. കടലുകൾ താണ്ടി കൊണ്ടുവന്നു. ജയ് ഹിന്ദ്. ഓക്കെ, വന്ദേ ഭാരതം. എന്താണ് ഭാരതം എന്ന് പറയാലോ? ഭാരതം എന്നും പറയാം. വരെ മാറ്റത്തില്ല. അതുവരെ ആരും ആരൊക്കെ തലകുത്തി നിന്ന. എല്ലാവർക്കും നമസ്കാരം. ഏറെ ദുഃഖിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വാർത്ത കേട്ട സമയത്ത് ഒരു നിമിഷം ഞാനിങ്ങനെ സ്റ്റക്കായി പിടഞ്ഞു നിന്നിരുന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. എന്നാലും ഞാൻ നിങ്ങളെ ഒന്നുകൂടി അറിയിക്കാം. എന്നെ ഇഷ്ടമുള്ളവർ ലൈക്ക് അടിക്കും. എണ്ണം ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ടാണ്. ഏതോ ഒരു വീഡിയോയിൽ 2000-നപ്പുറം പോയിട്ടോ. 2000-നപ്പുറം ആൾക്കാരൊക്കെ എന്നെ ഇഷ്ടപ്പെടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസൈക്കറബിൾ അങ്ങനത്തെ അവസ്ഥയാണ്. അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. നമുക്ക് ചെറിയൊരു ഓർമ്മയിലേക്ക് പോകാം. കുറച്ച് പിന്നോട്ട് സഞ്ചരിക്കാം. രേണുസുധിയുടെ ജീവചരിത്രത്തിലോട്ട് സഞ്ചരിക്കാം. അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, രേണുസുധി, ആരും അറിയാണ്ടിരുന്ന രേണുസുധി, സുധിച്ചേട്ടന്റെ പേരിൽ പല രീതിയിലും കണ്ണുനീരൊഴുക്കി ഒഴുക്കി ഒഴുകി വന്ന രേണുസുധി, ആ ഒരു കാലഘട്ടത്തോട്ട് നമുക്കൊന്ന് സഞ്ചരിക്കാം. കാണുന്ന സമയത്ത് നെഞ്ചിലൊരു അല്ലാണ്ട് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് ആ സംഭവങ്ങൾ. അതുപോലെ ഇടയ്ക്കൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. ഒരിക്കലും ഒരാള് സൈസ് ചെറുതെന്നോ ഹൈറ്റ് ഇല്ലെന്നോ വണ്ണം കൂടിപ്പോയെന്നോ വണ്ണം കുറഞ്ഞു പോയെന്നോ പറഞ്ഞ് കളിയാക്കരുത്. ഇറ്റ്സ് ബോഡി ഷേമിങ്. അതൊരിക്കലും ശരിയായിട്ട് ഉള്ളൊരു കാര്യമല്ല. അതാരെയും ശത്രുക്കളായാൽ പോലും ബോഡി ഷേമിങ് ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. ചെയ്യരുത്, അതൊരിക്കലും ചെയ്യരുത്. ആ ഒരു കാര്യം മാത്രം എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നില്ല. കളിയാക്കിയവർക്ക് അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് അതവിടെ ഒരു പോയിന്റ് ആയിട്ട് നിൽക്കട്ടെ. ഇനി നമുക്ക് പഴയ വീഡിയോയിലോട്ട് സഞ്ചരിക്കാം. അതെല്ലാം സൂചിച്ചേട്ടൻ്റെ മണമാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഫ്ലവേഴ്സ് ഇതുകൊണ്ട് തന്നിട്ട് തന്നപ്പോൾ ഇതുപോലെ വെച്ചാ ഞാൻ ആക്സിഡന്റിൽ ഡ്രസ്സാണ് അടക്കിയിട്ട് അതുപോലെ ഇരിക്കുന്നത്. അതുപോലെ ഊരി തന്നതാണ്. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിങ്ങനെ വെച്ചേക്കുവാ. എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. ഏട്ടൻ്റെ സ്മെല്ല് ഇതിലുണ്ട് ഇപ്പോഴും, ഏട്ടൻ്റെ സ്മെല്ല്. അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബിൽ ഞാനിങ്ങനെ കണ്ടു മരിച്ചവരുടെ സ്മെല്ല് എടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് തരുമെന്ന്. അപ്പം അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. ലക്ഷ്മി നക്ഷത്രം അന്ന് തന്നത് ചിന്നു തന്ന പെർഫ്യൂം പവിത്രതയോടെ സൂക്ഷിക്കാൻ വേണ്ടി എന്റെ കൈകളിലേക്ക് കൊണ്ടു തന്നാണ്. കടലുകൾ താണ്ടി കൊണ്ടുവന്ന സാധനമാണത്. ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത സാധനം. അത് ഞാൻ എത്രത്തോളം പവിത്രതയിലാണ് എന്നും സൂക്ഷിക്കുന്നത് ഞാൻ ഇപ്പൊ എടുത്തു കാണിക്കാൻ. ഓക്കെ, ഒരു രേണു, സുധിച്ചേട്ടാ എന്ന് പറഞ്ഞ് ഓടി നടന്ന ഒരു രേണു ഉണ്ടായിരുന്നു. സുധിച്ചേട്ടന്റെ സ്പ്രേ, സുധിച്ചേട്ടാ ഞാൻ വന്നു, സുധിച്ചേട്ടന്റെ ട്രോഫി കട്ടിന്റെ അടിയിൽ, സുധിച്ചേട്ടൻ എന്തെടുത്താലും ഏതെടുത്താലും 100 രൂപയ്ക്കെന്ന് പറയുന്ന പോലെ രേണുസുധിക്ക് സുധിച്ചേട്ടനായിരുന്നു. അങ്ങനെയായിരുന്നു സുധിച്ചേട്ടനും രേണുസുധിയും സുധിച്ചേട്ടനും. അതൊക്കെ ഒരു കാലം, പറയാണ്ടിരിക്കാൻ വയ്യ. എവിടെ വന്നാലും എവിടെ നിന്നാലും എന്ത് പറഞ്ഞാലും അവസാനം നിൽക്കുന്ന വാക്ക് സുധിച്ചേട്ടൻ. എന്റെ സുധിച്ചേട്ടൻ, എന്റെ സ്വന്തം സുധിച്ചേട്ടൻ, എന്റെ മാത്രം സുധിയേട്ടൻ. ഈ ഒരു സെറ്റപ്പിലായിരുന്നു. പക്ഷെ ഇന്ന് രേണു വേദനിപ്പിക്കുന്ന കുറച്ച് വാക്കുകളാണ് പറഞ്ഞതെങ്കിലും ഞാൻ വേദനിച്ചിട്ടില്ല. പക്ഷെ രേണു പറഞ്ഞ വാക്കുകൾ എന്നെ ഏറെ ദുഃഖിപ്പിച്ചു. സുധിച്ചേട്ടനെ മറന്നുകൊണ്ട് രേണു മറ്റൊരു കല്യാണം കഴിക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, അവരുടെ ഇഷ്ടമാണ്. അവർ കല്യാണം കഴിക്കാതിരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. പക്ഷെ സുധിയേട്ടനെ മറന്ന് രേണു കല്യാണം കഴിക്കാം. ഇതെല്ലാം സുധിയേട്ടൻ സഹിക്കുമോ എന്തോ. സത്യം പറഞ്ഞാൽ വളരെ നല്ല കാര്യം. അങ്ങനെ ഒരു തീരുമാനം രേണു എടുക്കുന്നുണ്ടെങ്കിൽ അതാണ് നല്ല തീരുമാനം. ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് സുധിയേട്ടാ എന്ന് പറഞ്ഞിരുന്ന് വിളിക്കുന്ന ആ പരിപാടി അങ്ങ് നിർത്തുമല്ലോ. നല്ലൊരു കാര്യം. എത്രയും പെട്ടെന്ന് ഇവളുടെ കല്യാണം നടത്തി വെക്കുക. നമ്മുടെ ബിഷപ്പും നമ്മുടെ ഫിറോസ് ബായും എല്ലാവരും കൂടി ചേർന്ന് വസ്തു കൊടുത്തതുപോലെ നാട്ടുകാർ മൊത്തം ചേർന്ന് നമ്മളെ കല്യാണം കൂടി അങ്ങ് നടത്തി താക്കോൽ കയ്യിൽ കൊടുക്കണം. പോട്ട്, എവിടെയെങ്കിലും പോട്ട്, എന്തെങ്കിലും ചെയ്തിട്ട് ഇനി രേണുസുധി എന്നുള്ള സംഭവം അതോടെ അങ്ങ് തീരുമല്ലോ. എന്തായാലും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ സുധിയേട്ടന്റെ പേരെടുത്ത് മാറ്റും. പിന്നെ ഏത് കാക്കയുടെ ഏത് പുണ്യാളന്റെ പേരൊന്നും വയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല. ആരുടെ പേരാണ്, ഇത്രയും പുണ്യാളനായിട്ടുള്ള വ്യക്തിയാണ് ഇനി രേണുവിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നതെന്നും എനിക്കറിയത്തില്ല. ഏത് വ്യക്തിയായിരിക്കും ഇനി രേണുവിനെ അങ്ങോട്ട് എന്തെല്ലോട്ട് അങ്ങനെ. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ
ഒരു കല്യാണം നടക്കട്ടെ, പ്രാർത്ഥന എൻ്റെതുണ്ടാവും, ആരുടെ ഇല്ലെങ്കിലും എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും, എത്രയും പെട്ടെന്ന് നടക്കട്ടെ. ഈ ശല്യം അങ്ങനെ തീർന്നു കിട്ടുകയാണെങ്കിൽ അതിന് ഏറ്റവും വലിയ കാര്യം. എന്തായാലും രേണു നീ പറയടി, നിന്നെ കളിയാക്കുന്നവരൊക്കെ കളിയാക്കട്ടെ, സത്യം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നാട്ടുകാർ കളിയാക്കുന്നതിൽ ഒരു തെറ്റുമില്ല, നീ പറമ്പത്തെ. സുധിച്ചേട്ടന്റെ ഭാര്യ ആയതുകൊണ്ടാണല്ലോ രേണു സുധി എന്നുള്ള പേര്. ഇന്നും ഞാൻ സുധിച്ചേട്ടന്റെ ഭാര്യയല്ലേ. ഇന്ന് ഈ ഇരിക്കുന്ന സമയത്തും ഞാൻ കൊല്ലം സുധി എന്ന് പറയുന്ന അതുല്യ കലാകാരൻ തന്നെയാണ് അദ്ദേഹം. അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഇല്ലെന്നൊന്നും ആരും പറയണ്ട, അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭർത്താവ് എന്ന നിലയിൽ ഇഷ്ടമാണ്. അത് രേണു മാത്രം പറഞ്ഞാൽ മതി. അതുല്യ കലാകാരൻ, അസാധാരണ ആർട്ടിസ്റ്റ്, സത്യം ഞാൻ തുറന്നു പറയാണെങ്കിൽ വിഷമമുണ്ടായിരുന്നു രേണു. സത്യം പറഞ്ഞ് ഞാൻ അങ്ങനെ മരിച്ചു പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉള്ള ആരും അറിയുന്നത്, സീരിയസ്ലി. അതിനു മുന്നേ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, മേ ബി അതൊക്കെ പടങ്ങളിൽ, മറ്റേ കട്ടപ്പനയിലെ ഋത്തിക് റോഷനിലും അതിലും ഇതിലും. പക്ഷെ ഇങ്ങനെ കൊല്ലം സുധി എന്നുള്ള ടാഗ് ലൈനിൽ അറിയുന്നത് മരണത്തിന് ശേഷമാണ്, സീരിയസ്ലി. പിന്നെ അതുല്യ കലാകാരൻ, അസാധാരണ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ രേണു വേറെ ആർട്ടിസ്റ്റുകളെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല? അതെന്തെല്ലാം ആവട്ടെ. അപ്പൊ രേണു പറഞ്ഞത് വെച്ച് നോക്കുമ്പം അതുല്യ കലാകാരൻ, അസാധാരണ ആർട്ടിസ്റ്റ്. എന്തായാലും രേണു കാരണം അങ്ങേർക്ക് ചീത്തപ്പേരും കിട്ടിയിട്ടുണ്ട്. അങ്ങേരുടെ പഴയ സ്റ്റോറി അടക്കം കുത്തിപ്പോക്കി വന്നിട്ടുണ്ട്. അതൊക്കെ വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. ആ അവസ്ഥയിലൊന്നും പോയി ഇടിച്ചിരിക്കില്ല. ഒരു ഭർത്താക്കന്മാർക്ക് ഈ അവസ്ഥ ഉണ്ടാവരുത്. മരിച്ചതിന് ശേഷം നാറേണ്ട അവസ്ഥ. അത് ലോകത്തിൽ ആദ്യമായിട്ട് ഈ സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമാണെന്ന് തോന്നുന്നു ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. മരിച്ചതിന് ശേഷം നാറാണ്. മരിച്ചതിന് ശേഷം നാട്ടുകാരുടെ മുന്നിൽ നാറി ചീഞ്ഞളിയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളത് ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമാണ്. എന്തായാലും രേണു പറയുന്ന പോലെ അതുല്യ കലാകാരൻ, അസാധാരണ ആർട്ടിസ്റ്റ്, എനിക്കതിൽ യോജിപ്പില്ല. അങ്ങനത്തെ വലിയൊരു പെർഫോമൻസോ വലിയൊരു മാസീവ് പെർഫോമൻസോ ഒന്നും ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഉള്ളതുപോലെ പറയുകയാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പൊ മരിച്ചുപോയ ഒരാളെ പറ്റിയിട്ട് കുറ്റം പറയുന്നല്ല. രേണു പറയുന്ന വാക്കുകൾ കേട്ടപ്പോ എനിക്ക് എന്തോ പോലെ അങ്ങ് തോന്നി. എന്തായാലും ഇരിക്കട്ടെ, രേണു അത്രയും പറഞ്ഞല്ലേ, ഇരിക്കട്ടെ. ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. ബാക്കി ആള് വേറൊരാളുടെ ഭാര്യ ആയാൽ ആകോ ഇല്ലെന്നെ ആയാൽ ആ പേരിന്റെ കൂട്ടത്തിൽ സുധി എന്നുള്ള പേര് ഞാൻ മാറ്റി. ആയാൽ ഇപ്പോഴും പറയാണ്, ഇന്നും ഞാൻ കൊല്ലം സുധിയുടെ വൈഫ് രേണു സുധി തന്നെയാണ്. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഏതേലും ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ വേറൊരാളുടെ ഭാര്യ ആയാൽ, എന്റെ കഴുത്തിൽ വേറൊരാൾ താലിയോ മിന്നോ മെഹറോ എന്ത് വേണം കെട്ടിയാൽ ഞാൻ ആ പേര് മാറ്റും. എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് കെട്ടടേ, ആ പേരൊന്ന് മാറ്റിട്ടടേ. വയ്യടെ കാണാൻ വയ്യാത്തോണ്ട് പറയുന്നതാണ്. ആരെങ്കിലും പെട്ടെന്നൊന്ന് കെട്ടടേ. ഏതെങ്കിലും കഴിപ്പണം കെട്ട ബോധം വിവരം പൊക്കണമല്ലാതെ ആരെങ്കിലും ഒക്കെ കാണുമല്ലോ. ഇവളുടെയൊക്കെ അന്ധമായുള്ള ഫാൻസ് എങ്കിലും കാണുമല്ലോ. പോയി കെട്ടടേ വയ്യടേ. അങ്ങനെയെങ്കിലും ആ ഒരു കാര്യം നിൽക്കട്ടെ. സുധി എന്നുള്ള 4 നേരം മറ്റേ ഗുളി ഒഴുകുന്ന പോലത്തെ പരിപാടി അതങ്ങ് നിൽക്കട്ടെ. അതൊന്ന് നിർത്തി കിട്ടിയാൽ മതി. അതോടെ തീരുമല്ലോ. അതിൽ ഒരു തീരുമാനമാകും. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം കേട്ടോ. നമുക്ക് നോക്കാം അത് ഉണ്ടോ ഇല്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 വർഷം അങ്ങോട്ട് സമയം തന്നിട്ടില്ലേ, നമുക്ക് നോക്കാം. 2 വർഷം ഇല്ല, ഇനി 1.5 വർഷം കൂടെ ഉള്ളെന്ന് തോന്നുന്നു. തട്ടട്ടരുണിനെ കാണാൻ പറ്റുമോ? മിക്കവാറും മേ ബി ഒരു 85-90% കാണാൻ പറ്റും. അല്ലെങ്കിൽ എനിക്കറിയാം 10% നമ്മുടെ കയ്യിലല്ലല്ലോ. നമ്മളിപ്പം ആലോചിക്കുന്ന തീരുമാനിക്കുന്ന പോലെ ഒന്നുമല്ലല്ലോ കാര്യങ്ങൾ, ദൈവത്തിന്റെ കയ്യിലല്ലോ. അതെ 1.5 വർഷത്തിനകത്ത് കല്യാണം കാണും എന്നുള്ള സെറ്റപ്പിലാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 1.5 വർഷത്തിനകത്ത് ഇൻഷുറൻസ് തുക കിട്ടുമായിരിക്കും. അതായിരിക്കും മേ ബി പെട്ടെന്ന് തന്നെ വക്കീലും കോടതിയും ജഡ്ജിയൊക്കെ ഒന്ന് തീരുമാനമെടുത്ത് അടുത്ത ആഴ്ചയിൽ തന്നെ ഇൻഷുറൻസ് തുക കൊടുക്കാൻ പറ്റിയതിന് കൊടുക്ക്. പെട്ടെന്ന് കിട്ടട്ടെ. അതോടെ അവൾ കല്യാണം കഴിച്ച് പോട്ടെ. ഈ ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പാവം. അത് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ആളങ്ങ് പൊക്കോളും. പിന്നെ സുധിയേട്ടനും ഇല്ല, ഒരു പുതിയേട്ടനും ഇല്ല. പിന്നെ സുധിയേട്ടനൊന്നും തിരിഞ്ഞു നോക്കത്തില്ല. പട്ടി വില പോലെ കൊടുക്കത്തില്ല സുധിയേട്ടനെ പറ്റിയൊക്കെ പറയുന്നതും അണിയറകളിൽ പറയുന്നതും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് പറഞ്ഞതാണ്. അത് പോട്ട്. അങ്ങനെ സുധിയേട്ടൻ എന്നുള്ള രാമായണമുള്ള വിളി അതോടെ അങ്ങ് നിൽക്കുകയാണെങ്കിൽ അത്രയും വലിയ സന്തോഷം. ലോകത്തിൽ എന്നെ പോലെ സന്തോഷമുള്ള വ്യക്തി വേറെ ആരും കാണൂല കേട്ടോ. സത്യം ഉള്ള കാര്യമാണ് പറയുന്നത്. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. കണ്ടപ്പോ ചിരി വന്ന് സൈഡിൽ കൂടി കണ്ടോണ്ട് പോവാം. ഒന്ന് ഏജിൻ റിവേഴ്സ് മമ്മൂക്ക, അത് കഴിഞ്ഞ പിന്നെ രേണു സുധി. അതാണ് മമ്മൂക്ക കഴിഞ്ഞാൽ പിന്നെ രേണു സുധി. ഏജിൻ റിവേഴ്സ് ആണ്. ഇപ്പൊ കമന്റ് ഇടും. കമന്റിന്റെ തെറി കമന്റ് ആയിരിക്കും ഇപ്പൊ വരാൻ പോകുന്നത്. പാവം കളിയാക്കിയതുപോലും മനസ്സിലായില്ല. അത് മനസ്സിലാക്കാതെയാണ് ഇത്രയും തുപ്പുന്നത്. കുഴപ്പമില്ല. ആൾക്കാര് പലതും പറഞ്ഞ് കളിയാക്കേണ്ടതാണ്. നീ തളരരുത്, നീ ഒരിക്കലും തളരരുത്, നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, ഇങ്ങനെ ഏറിപ്പൊക്കൊണ്ടിരിക്കണം. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലേഡിയാണ് കേട്ടോ. ലേഡി വിളിച്ചിട്ട് കുറച്ചു നേരം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതില് നീ ഈ കണ്ടന്റ് നിർത്ത്, രേണുവിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അവരുടെ അഭിപ്രായം പറഞ്ഞു. വളരെ മാന്യമായിട്ട് വളരെ സ്നേഹത്തോടെ എന്നോട് പറഞ്ഞു. അതിലെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്, ഇത് വേണ്ട എന്നുള്ള രീതിയിൽ.
അപ്പോൾ ഞാൻ പറഞ്ഞൊരു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് നിർത്തിയാൽ ഞാൻ നിർത്തും. ഇവള് മര്യാദയ്ക്ക് അടങ്ങി തുടങ്ങി അവളുടെ കാര്യം നോക്കി നടന്ന് അവൾ എന്തെങ്കിലും ഷോർട്ട് ഫിലിം ചെയ്തു പോയാൽ നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ പബ്ലിക്കിൽ വന്നിട്ട് പച്ച കള്ളം പറയുകയും ഇങ്ങനെ ഓരോ സാധനങ്ങൾ പറഞ്ഞ് നെഗറ്റീവായിട്ടുണ്ടാക്കി നന്ദി ചെയ്തവരടുത്ത് നന്ദികേട് കാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് വിമർശിക്കും. ഇനിയും അത് തന്നെ ഞാൻ ചെയ്യും, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഇത് ലാസ്റ്റ് ടോപ്പിക് ആവണമേ എന്നാണ് എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാറുണ്ട്. ഇത് എന്തോന്നടേ, ഇതൊരു പരിധിയില്ല, എന്നും പറഞ്ഞതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് ഇവള് വന്നിട്ട് ഇത് നിർത്തുന്നുമില്ല, ഇവള് റീച്ചും കോൺട്രവേഴ്സും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നു. ഇതെല്ലാം നമ്മൾ എന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊരു കാര്യമാണ്. പിന്നെ അവള് ഇട്ട് തരും, നമ്മൾ അങ്ങോട്ട് എടുത്തായിട്ട് അടിക്കും. എന്തായാലും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുക, നെഗറ്റീവാണ് നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് നിനക്ക് തോന്നുന്ന ഒരു കാലഘട്ടം വരും. അത് അധികം താമസമൊന്നും വേണ്ട. അന്ന് ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, കാണിച്ചു കൂട്ടിയതെല്ലാം കോപ്രായാണെന്ന് തിരിച്ചറിയും. ഇനി രേണുവിനെ നല്ലോണം ട്രോളിക്കൊണ്ട് ഒരു പെൺകുട്ടി 2-3 വീഡിയോസ്, 2-3 കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പെൺകുട്ടിയുടെ പ്രൊഫൈൽ ഇവിടെ കൊടുക്കാം. രജനി ലിജു എന്ന് പറഞ്ഞിട്ടാണ് അക്കൗണ്ടിന്റെ പേര്. ഓക്കെ, 2 വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. രേണുവിനെ ട്രോളിക്കൊണ്ടാണ്, കണ്ടു നോക്കാം. ആരാണ് സുധി? ഒരു കാര്യം ഞാൻ പറയാം, ഇതൊരു വീഡിയോ. ഇനി വേറെ ലേറ്റസ്റ്റ് ആയിട്ട് രേണുവിന്റെ ഒരു വീഡിയോ ഇറങ്ങിയില്ല, അതിനെ ട്രോളിക്കൊണ്ട് അതിനെ അനുകരിച്ചുകൊണ്ടുള്ള വീഡിയോ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ മോളുടെ വീഡിയോ. ജയ് ഹിന്ദ്. ഓക്കെ, വന്ദേ ഭാരതം. എന്താണ് വന്ദേ ഭാരതല്ലോ, വന്ദേ മാതരം. ഭാരതം എന്ന് പറയാലോ? ആ, ഭാരതം എന്നും പറയാം. ഞാനിപ്പോ വിട്ടോ. അല്ല, അങ്ങനെയും പറയാം. വന്ദേ മാരതോ മാതരോ എന്നും പറയാം, ഭാരതം എന്നും പറയാം. എന്തോ വന്ദേ ഭാരത്, അതെ, എന്നാലും പറയാം. ഭാരതം എന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യ അല്ലേ, അങ്ങനെയും പറയാം. ഓക്കെ. എനിക്ക് മോളുടെ വീഡിയോസ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രൊഫൈലിൽ കുറെ വീഡിയോസ് ഉണ്ട്. എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നെയാണ് ഈ വീഡിയോ. കണ്ട സമയത്ത് എനിക്ക് ചിരി വന്ന്, പ്രത്യേകിച്ച് വന്ദേ ഭാരതിന്റെ കേസ്. അത് രേണുവിനെ നല്ലോണം എടുത്തിട്ട് ആലാക്കി വിട്ടിട്ടുണ്ട്. അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇതെല്ലാം രേണു പുതിയ കല്യാണം കഴിക്കാൻ പോകുന്നു, 1.5 വർഷത്തിനകത്ത് കാണുമെന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് കെട്ടിപ്പോ, ഇതോടെ ആ ശല്യം അങ്ങ് തീരുകയാണെങ്കിൽ തീരട്ട്. എന്തിന് ആ ഇൻഷുറൻസ് തുകയൊക്കെ പെട്ടെന്ന് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ അവളങ്ങ് പോവും. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണം. അത് ഇതുവരെ ആർക്കും മനസ്സിലായില്ല. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചങ്ങ് പൊക്കോളൂ എന്നാണ് പറയുന്നത്. അതാ വീണ്ടും തള്ളി മറിച്ച് നാട്ടുകാരെ പറ്റിച്ച് വീണ്ടും മുഞ്ചിച്ച് ഇങ്ങനെ ഇട്ടുകൊടുത്ത് 1.5 വർഷം കഴിഞ്ഞ് വീണ്ടും കോൺട്രവേഴ്സി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിനറിയാം. എന്തെല്ലാം കാണണം. എടേ ഓൺലൈൻ മീഡിയാസ്, വേറെ ആരെയും വീഡിയോ എടുക്കാൻ കിട്ടുന്നില്ലടാ. നിങ്ങൾ എടുക്കുന്നു, നമ്മൾ എടുക്കുന്നു, നിങ്ങൾ എടുക്കുന്നു, നമ്മൾ എടുക്കുന്നു. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലാണല്ലോ പൊക്കോണ്ടിരിക്കുന്നത്. എന്തായാലും ആൾക്കാർക്ക് വെറുപ്പാണ് ഇനി രേണുവിന്റെ വീഡിയോ അതുപോലെ നീ ചെയ്യണ്ട എന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം. ചെയ്യണമെന്നാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം. ഞാൻ ഏത് അഭിപ്രായം ആയാലും വെയിറ്റ് ചെയ്യുവാണ്, നോക്കട്ടെ. ഞാൻ മുന്നേയും ഇതുപോലെ പറഞ്ഞിട്ട് ഭൂരിപക്ഷം ചെയ്യണമെന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ചെയ്യേണ്ടതെന്നാണ് ഭൂരിപക്ഷം വരുന്നതെങ്കിൽ നമുക്ക് ചെയ്യാതിരിക്കാൻ നോക്കാം കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളാണല്ലോ നമ്മുടെ ഓഡിയൻസ്, നിങ്ങളാണല്ലോ നമ്മുടെ വീഡിയോസ് കാണേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും നിങ്ങൾ അറിയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഷെയർ ചെയ്താൽ പോരെ. അതുകൊണ്ട് നിങ്ങൾ പറയുക വീഡിയോ ചെയ്യണോ ചെയ്യേണ്ടതെന്ന്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.